പഹൽഗാം ഭീകരാക്രമണത്തിൽ ബേസരൻ താഴ്വര ഭീകരർ തിരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തമാക്കി NIA. സുരക്ഷാ മേഖലയിൽ നിന്ന് ഏറെ അകലെ ആയതിനാൽ സൈനിക നീക്കം വൈകും എന്നത് ഭീകരർ പ്രയോജനപ്പെടുത്തി. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് ആക്രമണവുമായി നേരിട്ട് പങ്കുണ്ടെന്ന് NIA കണ്ടെത്തൽ. ആക്രമണത്തിന് ബേസരൻ താഴ്വര തിരഞ്ഞെടുക്കാനും തക്കതായ കാരണം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയിലെ കൊല്ലപ്പെട്ട 3 ഭീകരരുടെ ബന്ധമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജനവാസ മേഖല അല്ലാത്ത, വേഗത്തിൽ സൈനികർക്ക് കടന്നുവരാൻ സാധിക്കാത്ത വിജനമായ പ്രദേശമായതിനാലാണ് ബേസരൻ മേഖല തന്നെ ഭീകരർ തിരഞ്ഞെടുത്തത്. വിനോദസഞ്ചാരികളുടെ സാന്നിധ്യവും മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടത്തിയത് എന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തി. സുരക്ഷാ മേഖലയിൽ നിന്ന് ഏറെ അകലെ ആയതിനാൽ സൈനിക നീക്കം വൈകുമെന്ന് ഭീകരർക്ക് ഉറപ്പായിരുന്നു. ഭീകരരിൽ നിന്ന് കണ്ടെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ NIA പരിശോധിച്ചു വരികയാണ്. സ്ഥലത്തു നിന്നും ശേഖരിച്ച വെടിയുണ്ടകളും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളുമായി ഒത്തുനോക്കിയതോടെ ആക്രമികളുടെ പങ്ക് കൂടുതൽ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസമാണ് പഹൽഗാം ഭീകര ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചത്. സൈന്യത്തിന്റെ ഓപ്പറേഷൻ മഹാദേവ് എന്ന പ്രത്യേക തെരച്ചിലാണ് കൊലപ്പെടുത്തിയത്. ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ, അഫ്ഗാൻ ജിബ്രാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭീകരർ ഒളിവിൽ കഴിഞ്ഞത് 2 പ്രദേശവാസികളുടെ സഹായത്തോടെയാണ്. ഇവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിലെ ഗുറേസ് സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ 2 ഭീകരരെ വധിച്ച സൈന്യം. നിയന്ത്രണ രേഖ കടന്നുകയറാൻ ശ്രമിച്ച 2 ഭീകരരെയാണ് സുരക്ഷാ സേന വെടിവെച്ചു കൊന്നത്. ഇനിയും 5ഓളം ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇതേ തുടർന്ന് പ്രദേശത്ത് വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. വലിയ ആയുധ ശേഖരവുമായാണ് ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചത്. പുലർച്ചെയോടെയാണ് മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോഴും ഓപ്പറേഷൻ നടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ മാസം ആദ്യം നടന്ന ഓപ്പറേഷൻ അഖിലിൽ 6 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ദിവസങ്ങളോളം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് സൈന്യം ഇവരെ കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഭീകരർ ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നാണ് സൈന്യം വ്യക്തമാക്കിയത്. ഏപ്രിൽ 22-ന് 26 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകര ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരടക്കം ഈ സംഘത്തിലുണ്ടായിരുന്നു. വിനോദസഞ്ചാരികളായ ആളുകൾക്ക് നേരെയാണ് ഭീകരർ ആയുധങ്ങളുമായി പാഞ്ഞെടുത്തത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അന്താരാഷ്ട്ര വ്യോമപാത പോലും ദിവസങ്ങളോളം അടച്ചിടുന്ന നിലയിലേക്ക് 2 രാജ്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ ശാന്തമായത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം അതിർത്തിയിലെ സുരക്ഷ സൈന്യം വളരെ ശക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി ആ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സൈന്യം. കഴിഞ്ഞ ദിവസങ്ങളിലും ആ ഭാഗത്തു നിന്ന് നുഴഞ്ഞുകയറ്റക്കാരായ നിരവധി ചാരന്മാരെയും ഭീകരരെയും ഇന്ത്യ പിടികൂടിയിരുന്നു. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് ശേഷം കുറച്ചുകൂടി ശക്തമാവുകയാണ് ഇന്ത്യൻ സൈന്യം. ഒരു ഭീകരനെ പോലും ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ സമ്മതിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു പഹൽഗാം അല്ലെങ്കിൽ ഇനി പാകിസ്ഥാൻ ചാരന്മാർ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങളുടെ ജീവനെടുക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന ഒരു തയ്യാറെടുപ്പിലും പ്രതിജ്ഞയിലും തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.